സാറേ, തുളസി ഒരു പാവമാണ്. ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇനിയും അവളെ കുത്തി നോവിപ്പിക്കരുതെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു എന്നതിൻ്റെ തെളിവാണ് അവൾക്ക് സംഭവിച്ച ഈ ആപത്ത്. എന്നാൽ അതിൻ്റെ പേരിൽ അവൾ ഒരിക്കലും സ്വന്തം ഭർത്താവിനെതിരെ പരാതിയൊന്നും നൽകില്ല സാർ. സ്വയം വേദനിച്ചു തീരാനേ അവൾ ഇന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇതൊരു കേസാക്കാൻ ശ്രമിച്ചാൽ അവൾ വീണ്ടും തകർന്നു പോകും സാർ. ദയനീയമായ സ്വരത്തിൽ ബൽറാമിനെ നോക്കി അവനത് പറയവേ അയാളും ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഓക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ആ കുട്ടിയുടെ അവസ്ഥ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിനോദ്. ഡോക്ടർ യമുന പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതിയത്. പക്ഷേ ഒന്നുണ്ട്. വിനോദ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തുളസി സ്വന്തം ഭർത്താവിനെ വളരെയധികം പേടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. തുളസിയിൽ നിന്നും ശക്തമായൊരു മൊഴി കിട്ടിയിരുന്നെങ്കിൽ അയാളെ പിടിച്ചകത്തിട്ട് ഒന്ന് കുടഞ്ഞിടാൻ ശ്രമിക്കാമായിരുന്നു. എന്നാൽ ആ കുട്ടിക്ക് അത് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് വെറുതെ ഇതിൻ്റെ പിറകെ പോകാൻ എനിക്ക് നേരമില്ല വിനോദ്. എങ്കിലും ഒന്ന് പറയാം, ഞാൻ ആ കുട്ടിയോട് എപ്പോഴൊന്ന് കരുതിയിരിക്കാൻ പറയണം. ബൽറാം പറഞ്ഞത് തന്നെയാ ശരി. ഇത്രയും സമയമായിട്ടും ആ കുട്ടിയെ അന്വേഷിച്ച് അയാൾ ആ കുട്ടിയുടെ വീട്ടുകാരോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതിനർത്ഥം ആ കുട്ടിയുടെ ആർക്കും ഒരു താല്പര്യവുമില്ലെന്നല്ലേ? പക്ഷേ ഈ പ്രശ്നം ഇപ്പോൾ പബ്ലിക് കൂടി അറിഞ്ഞ സ്ഥിതിക്ക് ഇതിനൊരു സൊല്യൂഷൻ ഇടേണ്ടതും ഇപ്പം അത്യാവശ്യമല്ലേ ബൽറാം? അതെ. പെട്ടെന്ന് ടേബിളിൽ കിടന്ന നോട്ട് പാഡ് എടുത്തുകൊണ്ട് അയാൾ എന്തൊക്കെയോ അതിൽ കുത്തിക്കുറിക്കുന്നത് കണ്ട് ഒന്നും മനസ്സിലാവാതെ ഡോക്ടറും വിനുവും പരസ്പരം ഒന്ന് മുഖത്തേക്ക് നോക്കി. തൽക്കാലം ആ കുട്ടിക്ക് പരാതിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ കേസ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു ആക്സിഡൻ്റ് ആക്കി മാറ്റിയാൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നം. ബ്രിഡ്ജിന് മുകളിലൂടെ നടന്നു പോകുന്നതിനിടയിൽ കാല് തെന്നി പുഴയിലേക്ക് വീണു എന്നാക്കി മാറ്റാം. ആ കുട്ടിക്ക് കൂടി അതിൽ സമ്മതമാണെങ്കിൽ ഈ കേസ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. എന്തു പറയുന്നു മിസ്റ്റർ വിനോദ്? ഒരുപാട് നന്ദിയുണ്ട് സാർ. തുളസിയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചവനെ വെറുതെ വിടാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ഞാൻ സാറിനെ നിർബന്ധിച്ചത്. മറിച്ച് അവൾക്കിപ്പോൾ വേണ്ടത് ഒരൽപ്പം മനസ്സമാധാനമാണെന്ന് തോന്നിപ്പോയി സാർ. സത്യത്തിൽ എനിക്ക് വിനോദിൻ്റെ കാര്യത്തിൽ അത്ഭുതം തോന്നുകയാണ്. സ്നേഹിച്ച് വഞ്ചിച്ചു കടന്നു കളഞ്ഞ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണല്ലോ വിനോദ് ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നത്. ഒരുപക്ഷെ തുളസിയെ ഇവിടെ ആക്കിയതിന് ശേഷം തനിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാമായിരുന്നു. നേരത്തെ യമുന ഡോക്ടർ പറഞ്ഞതുപോലെ നമ്പർ മാറ്റി കൊടുത്തിരുന്നെങ്കിലും ഇതൊന്നും തന്നെ ഒരിക്കലും ബാധിക്കുകയില്ലായിരുന്നു. പക്ഷേ താൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ബൽറാം അവനെ നോക്കിയത് പറയുമ്പോൾ വിനുവിൻ്റെ ചുണ്ടിൽ ഒരു നനുത്ത പുഞ്ചിരി തെളിഞ്ഞു. സാർ കേട്ടിട്ടില്ലേ ഈ ശുദ്ധ പ്രണയം എന്നൊക്കെ? എൻ്റേതും അങ്ങനെയായിരുന്നു സാർ. തുളസിയോടുള്ള എൻ്റെ സ്നേഹം ശരിക്കും ഹൃദയത്തിൽ നിന്നും പൊട്ടിമുളച്ചത് തന്നെയായിരുന്നു. അങ്ങനെയുള്ളതൊന്നും അത്ര പെട്ടെന്ന് മായ്ക്കാനും മറക്കാനും സാധിക്കില്ലല്ലോ സാറേ. എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയവളോടുള്ള ദേഷ്യത്തിൽ ഞാനും തിരിച്ച് പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ ഞാനും അവളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സാറേ ഉള്ളത്? എനിക്കും 2 പെങ്ങന്മാരുള്ളതാ. പെൺകുട്ടികളെ നോവിപ്പിച്ച് സുഖം നേടുന്ന സന്തോഷത്തിനൊന്നും ഞാൻ ഇറങ്ങിത്തിരിക്കില്ല സാറേ. എന്നെയും എൻ്റെ സ്നേഹത്തെയും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം തുളസി അന്ന് അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തത്. കുട്ടിക്കാലം മുതലേ അവളെ എനിക്കറിയാം. എനിക്ക് അവളോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമ്പത്തുണ്ടായിരുന്നില്ല. സമ്പന്നനായ ഒരുത്തനെയാണ് അവൾ വിവാഹം ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ നെഞ്ചൊന്ന് തകർന്നു പോയതാണ്. എങ്കിലും അവൾ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിച്ചു. പക്ഷേ വിധി വീണ്ടും ഞങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചപ്പോൾ അവൾക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ കാരണം എന്തായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ തിരക്കിയത്. ഒരുപാട് വേദനകൾ സഹിച്ചു വളർന്നവൾക്ക് വിവാഹ ജീവിതത്തിലും സ്വസ്ഥത ലഭിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ എന്തോ മനസ്സാകെ കൈവിട്ടതുപോലെ തോന്നിപ്പോയി ബൽറാം സാറേ. അതുകൊണ്ടാണ് അവളെ ഇനിയും ഈ പ്രശ്നത്തിൻ്റെ പേരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ മനസ്സിലൊരു നന്മയുണ്ട് വിനോദ്. അതൊരിക്കൽ തുളസി തീർച്ചയായും മനസ്സിലാക്കും. ഇന്നത്തെ കാലത്ത് ഇഷ്ടമില്ലെന്നൊരു പെണ്ണ് ആണിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോഴേക്കും പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തൊരിക്കുന്നവരാ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ തലമുറ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വിനോദിനെ പോലെ ഒരാളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും എന്നെ അറിയിക്കാൻ മടിക്കണ്ട. നേരത്തെ ഞാൻ വിളിച്ച നമ്പർ ഉണ്ടല്ലോ കയ്യിൽ, അതൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ? അയാൾ അതും പറഞ്ഞ് അവന് നേരെ ഒരു ഷേക്ക് ഹാൻഡ് നൽകി. പിന്നെ യമുന ഡോക്ടറോടും യാത്ര പറഞ്ഞുകൊണ്ട് ബൽറാം അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വലിയ ഭാരം
മനസ്സിൽ നിന്നും ഒഴിഞ്ഞു കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ അവനൊരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടു. 2 ദിവസത്തെ വിശ്രമത്തിനു ശേഷം തുളസിയെയും കൊണ്ട് വിനോദ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങി. എവിടേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്നവളുടെ നിസ്സഹായാവസ്ഥയിൽ ഒന്നും ചോദിക്കാൻ അവനും ശ്രമിച്ചില്ല. അവൻ്റെ ഓട്ടോയിൽ കയറിയപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ന് അവളും തിരക്കിയില്ല. ലക്ഷ്യമില്ലാതെ ആ വാഹനം പതിയെ റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ കണ്ണാടിയിലൂടെ ഇടയ്ക്ക് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം, മുഖമുയർത്തിപ്പിടിക്കാതെ അവളും എന്തൊക്കെയോ ചിന്തിച്ചുള്ള ഇരിപ്പായിരുന്നു അവിടെ. ആ യാത്ര കുറച്ചുകൂടി പിന്നിട്ടപ്പോഴാണ് ആളൊഴിഞ്ഞ ഒരിടത്ത് അവൻ ഓട്ടോയെ പതിയെ സൈഡാക്കി നിർത്തിയത്. അപ്പോഴും നിശബ്ദതയായിരുന്നു ഇരുവർക്കും ഇടയിൽ തളം കെട്ടി നിന്നിരുന്നത്. ഒടുവിൽ അവൻ തന്നെ അവളോട് സംസാരിച്ചു തുടങ്ങി. നിന്നെ ഞാൻ എവിടേക്കാ തുളസി കൊണ്ടുപോയി വിടേണ്ടത്? ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ ആണെങ്കിൽ അതിനുള്ള ധൈര്യം എനിക്കിപ്പോൾ ഇല്ല തുളസി. എനിക്കെന്തേലും സംഭവിച്ചു പോകുമോ എന്ന ഭയമാണോ വിനുവേട്ടന്? ആണെന്ന് കൂട്ടിക്കോ. എന്തിന് വിനുവേട്ടാ? ഈ പാഴ്ജന്മത്തെക്കുറിച്ചോർത്ത് വിനുവേട്ട എന്തിനാ വേവലാതിപ്പെടുന്നത്? വിനുവേട്ടൻ്റെ സ്നേഹത്തെ ഒരിക്കൽ തിരിച്ചറിയാതെ പോയവളല്ലേ ഞാൻ. നൽകിയ സ്നേഹത്തിന് നിങ്ങൾക്ക് ഞാൻ പകരം നൽകിയത് വേദനയായിരുന്നില്ലേ? അങ്ങനെയുള്ള എന്നോട് വിനുവേട്ട എന്തിനാ ഇത്രയൊക്കെ ദയ കാണിക്കുന്നത്? വിനോദ് എപ്പോഴും അങ്ങനെയാണ് തുളസി. സ്നേഹിച്ചവർക്കൊക്കെ ചങ്ക് പറിച്ചു കൊടുത്തിട്ട് എനിക്ക് ശീലമുള്ളൂ. പക്ഷേ ചിലരൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്ന് മാത്രം. അതെൻ്റെ തെറ്റല്ലല്ലോ. ഇനി കഴിഞ്ഞു പോയതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ നിന്നെ സുരക്ഷിതമായ ഒരിടത്തേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഈ അവസ്ഥയിലായ നിന്നെ ഒന്ന് അന്വേഷിച്ചു വരാൻ പോലും ഭർത്താവെന്ന് പറയുന്നവനായ അയാൾ താല്പര്യം കാട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവിടാൻ എനിക്ക് എന്തായാലും അല്പം പേടിയുണ്ട് തുളസി. എനിക്കിപ്പോൾ ഒന്നിനെക്കുറിച്ചോർത്തും ഭയമില്ല വിനുവേട്ട. ഭയന്ന് കഴിഞ്ഞ രാത്രികളും പകലുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഈ തുളസിക്ക്. രുദ്രൻ എന്ന ക്രൂരമൃഗത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് വരെ ഈ തുളസിയുടെ ജീവിതം ഇരുട്ട് തന്നെയായിരുന്നു. വിനുവേട്ട ഇപ്പോൾ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ പോയതാണെന്ന്. പണക്കാരനായ രുദ്രനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ മനഃപൂർവ്വം തള്ളിപ്പറഞ്ഞതാണെന്ന് വിനുവേട്ടൻ പോലും തെറ്റിദ്ധരിച്ചു പോയില്ലേ? ശരിക്കും വിനുവേട്ടനെ സ്നേഹിച്ച തുളസിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? രണ്ടാനമ്മയുടെയും ജന്മം തന്നെ അച്ഛൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി അയാളുടെ മുന്നിൽ കഴുത്ത് നീട്ടി കൊടുത്തപ്പോൾ നഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതമാണെന്ന് അറിയാഞ്ഞിട്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ അതിന് സമ്മതിച്ചത് എന്തിനാണെന്ന് വിനുവേട്ടൻ അറിയാമോ? കിഴക്കേടൻ തറവാടിൻ്റെ ആധാരവും സ്ഥലവുമൊക്കെ പണയത്തിൽ വെച്ച് അച്ഛൻ ഒരുപാട് പൈസ രുദ്രനിൽ നിന്നും പലിശയ്ക്ക് എടുത്തിരുന്നു അത്രേ. അതിൻ്റെ മുതലും പലിശയുമെല്ലാം ചേർത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അത്രയും രൂപ വേണമെന്ന് അയാൾ ഒരിക്കൽ വീട്ടിൽ വന്ന് ബഹളം വെച്ചപ്പോൾ അച്ഛൻ അയാളുടെ കാല് പിടിച്ച് ഒരവധി നീട്ടിത്തരണമെന്ന് ഒരുപാട് അപേക്ഷിച്ചു നോക്കി. എന്നാൽ അയാൾ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. എല്ലാവരെയും ഭീഷണിപ്പെടുത്തി അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ് അധികം വൈകാതെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് ഞാനുൾപ്പെടെ എല്ലാവരും ഭയന്നു പോയത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സാഹചര്യത്തിൽ നിന്നെല്ലാം മാറ്റം വന്നപ്പോഴാണ് കാര്യം എന്താണെന്ന് ഞാനും അച്ഛനോട് ചെന്ന് തിരക്കിയത്. ഞങ്ങളുടെ അവസ്ഥയറിഞ്ഞ് മുതലും പലിശയും ഒന്നും വേണ്ടെന്ന് വെക്കാൻ രുദ്രൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അവരെപ്പോലെ ഞാനും ഒരുപാട് സന്തോഷിച്ചു പോയി. പക്ഷേ അയാളെല്ലാം വേണ്ടെന്ന് വെച്ചത് എന്നെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് അച്ഛൻ നൽകിയ വാക്കിൻ്റെ ഉറപ്പിലാണെന്ന സത്യം ഞാനും തിരിച്ചറിഞ്ഞത് വിവാഹ വസ്ത്രവുമായി സാവിത്രി അമ്മ എൻ്റെ മുൻപിലേക്ക് വന്നു നിന്നപ്പോഴായിരുന്നു വിനുവേട്ട. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ഞാനൊരു നിമിഷം ആകെ തകർന്നു പോയി. മുത്തശ്ശിയും ഞാനും അച്ഛൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ട് പോലും അച്ഛൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. രുദ്രനെപ്പോലൊരു ആഭാസിനെ വിവാഹം കഴിക്കുന്നതിലും ഭേദം മരണമാണെന്ന് പോലും ഞാൻ നിശ്ചയിച്ചുറപ്പിച്ചു. എന്നാൽ സാവിത്രി അമ്മയും വർഷയും എൻ്റെ ഇടവും വലവും നിന്ന് ഒരു കല്യാണപ്പെണ്ണിനെ പോലെ എന്നെ ഒരുക്കാനുള്ള തിടുക്കം കാണിക്കുകയായിരുന്നു അന്നേരം. എനിക്ക് അയാളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും അതൊന്നും മുഖവിലക്കെടുക്കാൻ ആരും തന്നെ തയ്യാറായില്ല. രുദ്രനുമായുള്ള എൻ്റെ വിവാഹം നടക്കുന്നതിലൂടെ കിഴക്കേടൻ തറവാടിൻ്റെ അന്തസ്സും അഭിമാനവും ഒന്നും
തെരുവിലേക്ക് ഇറങ്ങില്ലെന്ന പഴയ ആഢ്യത്വത്തിൻ്റെ കണക്കും പറഞ്ഞ് അച്ഛൻ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോഴും ഞാൻ സമ്മതിക്കാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതായിരുന്നു. എന്നിട്ടും അച്ഛൻ എന്നോട് ഒരല്പം പോലും ദയ കാണിച്ചില്ല വിനുവേട്ടാ.